Hello everyone. നമ്മൾ തെർമോഡൈനാമിക്സ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ക്ലാസ്സാണിത്. ഇതിൻ്റെ PDF ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു. സോ യു വിൽ ഹാവ് എ ഓവർവ്യൂ. ഓക്കെ, സോ മൈ നെയിം ഈസ് അരുൺ. നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് തെർമോഡൈനാമിക്സ് പാർട്ട് ഓഫ് യുവർ ഫിസിക്സ് പേപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് തെർമോഡൈനാമിക്സ് എന്താണെന്നാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഈ ഒരു പവർ പോയിൻറ്റ് ഫയലിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടാവും. So as I mentioned earlier, thermodynamics is a branch of physics that deals with the transfer of energy in the form of heat. Okay, അപ്പോൾ ഹീറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇനി അറിയാനുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, thermodynamics is a branch of physics that deals with thermal energy or the transfer of energy in the form of heat. Okay, again this is one of the older branches of physics. വളരെ പണ്ടുണ്ട്, അത് മെക്കാനിക്സ് ന്യൂട്ടൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന മെക്കാനിക്സിനോടൊപ്പം തുടങ്ങിയൊരു ബ്രാഞ്ചാണിത്. യുവർ സ്റ്റീം എൻജിൻസ്, ഓൾ ദോസ് തിങ്സ്, നമ്മുടെ ഇലക്ട്രിക്കലായിട്ടുള്ള മെഷീനറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം തെർമലായിരുന്നു. ഓക്കെ, ബിഫോർ യുവർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് എവറിത്തിങ് വി ഹാഡ് ഓൾ ദിസ് തെർമൽ സ്റ്റഫ്. ഓക്കെ, പക്ഷേ എന്ന് വെച്ച് ഇത് പഴയ ബ്രാഞ്ചാണ്, ഇത് കൺസെപ്റ്റൊക്കെ പഴയതാണെന്നുള്ള ഐഡിയ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ടുഡേ ദ കൺസെപ്റ്റ്സ് ഓഫ് എൻട്രോപ്പിയുടെ കാര്യം നിങ്ങൾ +2 കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സെമസ്റ്ററിൽ നമ്മൾ കാണുകയും ചെയ്യും. ഈ എൻട്രോപ്പി പോലുള്ള കൺസെപ്റ്റ്സ് ഇന്ന് ഇൻഫർമേഷൻ തിയറിയിലും അതുപോലെ ക്രിപ്റ്റോഗ്രഫിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, കമ്മ്യൂണിക്കേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ അർത്ഥങ്ങൾ നമ്മൾ ഈ തെർമോഡൈനാമിക്സിലെ കൺസെപ്റ്റ്സിൽ നിന്ന് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ഓക്കെ, ഇനി തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, സിൻസ് ഇറ്റ് ഇസ് എ ഓൾഡർ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഇറ്റ് ഡസ് നോട്ട് ഗോ ഇൻ ടു ദി മോളിക്കുലർ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോസസ്സസ് ഇറ്റ് ഡീൽസ്. തെർമോഡൈനാമിക്സ് പ്രോസസ്സിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബേജാറാവാറില്ല. നമ്മൾ കൂടുതലും ഡീൽ ചെയ്യണം മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, നേരിട്ട് നമുക്ക് ഡയറക്റ്റ്ലി മെഷറബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെ കുറിച്ച് മാത്രമേ നമ്മൾ തെർമോഡൈനാമിക്സിൽ കെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ഈ പറഞ്ഞ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ലെവൽ നോളജ് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ഡെൽറ്റ് വിത്ത് ബ്രാഞ്ച് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അഗെയിൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് യു സ്റ്റഡി. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലാണ് ഈ പറഞ്ഞ ആറ്റത്തിൻ്റെ മോളിക്യൂളിൻ്റെ ഒക്കെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് ഡെഫിനിഷൻസിൻ്റെ ഒരു റീക്യാപ്പ്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് വാട്ട് യു മീൻ ബൈ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക്സ്. ഇൻ തെർമോഡൈനാമിക്സ് എ സിസ്റ്റം മീൻസ് ഇറ്റ്സ് എ റീജിയൻ ഓഫ് സ്പേസ് or some amount of matter that is restricted by a boundary or surface. അതായത് തുറസായ സ്ഥലമല്ലാതെ നമ്മൾക്ക് സ്റ്റഡി ചെയ്യേണ്ട എന്തൊരു സിസ്റ്റം, എന്തൊരു സംഗതിയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചേംബറിലോ ഒരു എൻക്ലോഷറിലോ അങ്ങ് മാറ്റി നിർത്തും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കോളേജിൽ ഇറ്റ്സ് എ വെരി ലാർജ് ഏരിയ ബട്ട് എ ക്ലാസ് റൂം ഈസ് മോർ ഓഫ് എ റെസ്ട്രിക്റ്റഡ് സർഫസ്, യു ആർ അലൗഡ് ടു സിറ്റ് ഇൻസൈഡ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞ പോലെ നമുക്ക് പഠിക്കേണ്ട എന്ത് വസ്തുവോ എന്ത് സംഭവമാണോ, എന്ത് ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡോ എന്തും ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴുകി നടക്കാൻ സമ്മതിക്കാതെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സിസ്റ്റം. സോ ഇറ്റ് കുഡ് ബി എ ഗ്യാസ്, ഇറ്റ് കുഡ് ബി സം എമൗണ്ട് ഓഫ് മാറ്റർ ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ, ഗ്യാസ് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടർ വിത്ത് എ മൂവബിൾ പിസ്റ്റൺ. അല്ലേ, അതെപ്പോഴും നമ്മൾ തെർമോഡൈനാമിക്സിൽ കാണുന്നതാണ്. ഒരു പിസ്റ്റണും അതുപോലെ ഒരു സിലിണ്ടറും അതിനുള്ളിൽ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ ചുറ്റുമുള്ള സ്പേസിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, സറൗണ്ടിങ് എന്ന് വിളിക്കുക. സോ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ഈക്വൽ ടു യൂണിവേഴ്സ് എന്നാണ്. ഓക്കെ, നമ്മൾ ഒരു സിസ്റ്റം ചിലപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സായിട്ട് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തേക്കാം, ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് 3 ക്ലാസിഫിക്കേഷൻസ് ഓർ 3 സബ്സെക്ഷൻസ്. ഏറ്റവും ആദ്യത്തെ ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, ആൻ ഓപ്പൺ സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ വിത്ത് ഇറ്റ് സറൗണ്ടിങ്സ്. ഓക്കെ, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വാം വാട്ടർ കെപ്റ്റ് ഇൻ ഓപ്പൺ വെസൽ. ഇവിടെ ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സിസ്റ്റത്തിനുള്ളിലുള്ള എന്ത് ഗ്യാസാണോ അല്ലെങ്കിൽ ഇവിടെ എന്ത് ആയിക്കോട്ടെ, ഇതിന് സറൗണ്ടിങ്സ് ആയിട്ട് എന്ത് ചെയ്യാം, എനർജി എക്സ്ചേഞ്ച് ചെയ്യാം, പാർട്ടിക്കിൾസും എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് മാറ്റർ മീൻസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ എന്താ, വാം വാട്ടർ ദാറ്റ് ഇസ് കെപ്റ്റ് ഇൻ ആൻ ഓപ്പൺ വെസൽ. നമ്മൾ തുറന്നൊരു പാത്രത്തിൽ ചൂടില്ല അല്ലെങ്കിൽ തിളച്ച വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിഷ്വലൈസ് എളുപ്പമാവും. അപ്പോൾ നമ്മൾ തുറന്ന പാത്രത്തിൽ വെച്ചാൽ നമ്മളെന്താ കാണുന്നത്, നീരാവിയായിട്ട് ഈ വെള്ളം എസ്കേപ്പ് ചെയ്യും.
അല്ലേ? അത് ശരിക്കും വാട്ടറായിരുന്നു, അത് പക്ഷേ ചൂട് കാരണം അത് ഇവാപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നേരിയതായിട്ട് പുറത്തു പോകും. സോ ഇറ്റ് ഈസ് എക്സ്ചേഞ്ചിങ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്, സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ദ സറൗണ്ടിങ്സ്. സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ്, അല്ലേ? വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ലൂസിങ് മോളിക്യൂൾസ്, സോ ഇറ്റ് ഈസ് ലൂസിങ് മാറ്റർ. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ റേഡിയേറ്റ് ഹീറ്റ്. ഓക്കെ, ഹീറ്റ് എനർജി അത് റേഡിയേറ്റ് ചെയ്തില്ല, റേഡിയേഷനായിട്ട് പോകും. ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ടാണ് ശരിക്കും അത് റേഡിയേറ്റ് ചെയ്ത് കളയുക. നമ്മൾ ശരിക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തെർമൽ സ്കാനറുകളുടെ കാലമാണ്. നമ്മൾ തെർമൽ ക്യാമറ എടുത്ത് തന്നെ ചൂണ്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഒരു ഇൻഫ്രാറെഡ് ക്യാമറ മറ്റെടുത്ത് നേരെ നമ്മൾ ചൂണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ട് ഈ ഒരു വെസലിനെ കാണാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് എമിറ്റിംഗ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ബിക്കോസ് ഹീറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് എനർജി സറൗണ്ടിങ് ആയിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ മാറ്റർ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യാം. അടുത്ത ക്ലോസ് സിസ്റ്റമാണ്. എ ക്ലോസ് സിസ്റ്റം ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് ഇറ്റ് ക്യാനോട്ട് എക്സ്ചേഞ്ച് മാറ്റർ. ഓക്കെ, ഇതിന് എനർജി സറൗണ്ടിങ്സിലേക്ക് റേഡിയേറ്റ് ചെയ്തില്ലെങ്കിൽ പുറത്തേക്ക് തള്ളാം, അല്ലെങ്കിൽ സ്വീകരിക്കാം, രണ്ടും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾ വാം വാട്ടർ ദാറ്റ് ഇസ് കെപ്റ്റ് ഇൻ എ വെസൽ ക്ലോസ് വിത്ത് എ ലിഡ്. നമ്മളൊരു പാത്രം എടുത്ത്, ഒരു മൂടി എടുത്ത് ഈ പാത്രം അടച്ചു വെച്ച് നിൽക്കുക. അടച്ചു വയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഒരിക്കലും ഈ പറഞ്ഞ നീരാവി പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകില്ല. അതിൻ്റെ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലത്തെ തട്ടിൽ തട്ടി വെള്ളത്തുള്ളികളായി അവിടെ അങ്ങ് കണ്ടൻസ് ചെയ്ത് പിടിക്കും, അല്ലേ? പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സിസ്റ്റത്തിന്, അതായത് ഈ വെസലിന് എന്ത് ചെയ്യാം? ഹീറ്റ് അപ്പോഴും റേഡിയേറ്റ് ചെയ്ത് കളയാം, അല്ലേ? നമുക്ക് പുറമേ തൊട്ട് നോക്കുമ്പോൾ കൈക്ക് ചൂട് തോന്നും, കാരണം ഇറ്റ് ഈസ് എ വാം, ദ വാട്ടർ ഇസ് വാം. സോ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റിൽ റേഡിയേറ്റിംഗ് എനർജി, പുറത്തേക്ക് എനർജി റേഡിയേഷനായിട്ട് കളയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്ത് എക്സ്ചേഞ്ച് ചെയ്യാം? എനർജി എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് എക്സ്ചേഞ്ചിങ് ഹീറ്റ് എനർജി ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് റേഡിയേറ്റിംഗ് ഹീറ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇനി മൂന്നാമത്തെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. പരിപൂർണ്ണമായിട്ട് അടച്ച് കെട്ടിയ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എനർജിയോ അല്ലെങ്കിൽ മാറ്ററോ എക്സ്ചേഞ്ച് ചെയ്യാൻ അനുവാദമില്ല. So an isolated system cannot exchange energy or matter with its surroundings. The example is warm water kept in a closed flask. നമ്മൾ ഫ്ലാസ്കിൽ അടച്ചു വെച്ചാൽ ഒരിക്കലും ഫ്ലാസ്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂടാണോ തണുപ്പാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഉള്ളിലിരിക്കുന്ന വെള്ളത്തിന് തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ എന്ന് അറിയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്തില്ല? എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, ഫ്ലാസ്ക് പരിപൂർണ്ണമായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നീരാവിയൊന്നും പുറത്തുമില്ല. വിച്ച് മീൻസ് ദ വാട്ടർ ഇൻസൈഡ് ഈസ് നൗ കൺസിഡർഡ് ആസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതാണ് ഈ പറഞ്ഞ എക്സ്ചേഞ്ച്, അതായത് മാറ്റർ അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഒരു ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നൊരു ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ. ഈ നമ്മളെടുത്ത ഈ ഗ്യാസ് ആയാലും ലിക്വിഡ് ആയാലും എൻ്റെ ഉള്ളിലെ കോമ്പോസിഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് അടുത്തത്. എന്തൊക്കെയാണ്? രണ്ട് ക്ലാസിഫിക്കേഷനാണ്. വൺ ഈസ് എ ഹോമോജിനസ് സിസ്റ്റം. എന്താ ഹോമോജിനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ദ സിസ്റ്റം ഹാസ് ദ സെയിം ടൈപ്പ് ഓഫ് കണ്ടൻസ് എവരിവെയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ഹൈഡ്രജൻ ഗ്യാസ് ടേക്കൺ ഇൻ എ ക്ലോസ് സിലിണ്ടർ. നമ്മളൊരു അടഞ്ഞൊരു സീൽ ചെയ്തൊരു സിലിണ്ടറിൽ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ എവരിവെയർ വിൽ ബി ദി സെയിം, അല്ലേ? ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും ഹൈഡ്രജൻ ഗ്യാസ് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല ഹൈഡ്രജൻ അല്ലാതെ വേറൊന്നും അതിൽ ഉണ്ടാവില്ല താനും. സോ ഇറ്റ് ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ്ലി ഹോമോജിനസ്. എല്ലായിടത്തും കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് ഉള്ളിലുള്ള വസ്തുക്കൾ ആറ്റംസ് സെയിം തന്നെയാണ്, ഇവിടെയും കട്ട കൂടിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഹോമോജിനസ് സിസ്റ്റം. ഇതിന് നേരെ എതിരാണ് ഹെറ്ററോജനസ് സിസ്റ്റം. ഹെറ്ററോജനസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ദ സിസ്റ്റം ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസ് ആൻഡ് ഇറ്റ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ഇൻ സെവറൽ ലെയേഴ്സ്. പല തട്ടുകളായാൽ പല പാളികളായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഹെറ്ററോജനസ് സിസ്റ്റം ഇരിക്കുന്നുണ്ടാവുക. ഏറ്റവും പറ്റിയ എക്സാമ്പിൾ നമ്മുടെ അന്തരീക്ഷമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അന്തരീക്ഷത്തിനുള്ള പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഒരു തരം ക്ലാസിഫിക്കേഷൻ ഏറ്റവും അടിത്തട്ടിൽ നമ്മുടെ ഭൂമിയായിട്ട് ഗ്രൗണ്ടുമായിട്ട് കോൺടാക്റ്റിലുള്ള ട്രോപ്പോസ്ഫിയറാണ്, അല്ലേ? അപ്പോൾ എല്ലാ വെതർ ഫിനോമിന ഉണ്ടാകുന്ന ട്രോപ്പോസ്ഫിയർ, മഴ, അതുപോലെ തന്നെ കാറ്റ് എല്ലാം ഉണ്ടാകുന്നത്, ക്ലൗഡ്, ഇങ്ങനത്തെ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഇതിന് മേളിലാണ് സ്ട്രാറ്റോസ്ഫിയർ കിടക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഇത്രയും ഡെൻസിറ്റി ഇല്ല, കോൺസെൻട്രേഷൻ ഓഫ് എയർ മോളിക്യൂൾസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് അറ്റ് ലൈക്ക് ദ ട്രോപ്പോസ്ഫിയർ. അവിടെ അത് മാത്രമല്ല, സ്ട്രാറ്റോസ്ഫിയറിൽ ക്ലൗഡ്സ് ഉണ്ടാവില്ല. നമ്മൾ ഈ ക്ലൗഡ് ആക്ടിവിറ്റി മുഴുവൻ നമ്മൾ കാണുന്ന ഏറ്റവും അടിയിലത്തെ ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലാണ് മീസോസ്ഫിയർ ഉള്ളത്. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ എയർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ പിന്നെയും കുറയും. ഓക്കെ, അതിന് മേളിലേക്ക് കുറച്ചും കൂടി മുകളിലേക്ക് എത്തുമ്പോൾ എക്സോസ്ഫിയർ ആവും. അത് വളരെ വളരെ തിന്നായിട്ടുള്ള ലെയറായിരിക്കും. അവിടെ ഏറ്റവും മുകളിലത്തെ ലെയറിലുണ്ടാവുക നമ്മുടെ ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വാതകങ്ങളായിരിക്കും. ഓക്കെ, ഏറ്റവും ഹെവി ആയിട്ടുള്ളതൊക്കെ എവിടെയായിരിക്കും? ട്രോപ്പോസ്ഫിയറിലേക്ക് വരും. കാരണം ഡ്യൂ ടു ഗ്രാവിറ്റി ദേ ആർ പുൾഡ് ബെറ്റർ ബൈ ദി എർത്ത് ഗ്രാവിറ്റി.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം പല തട്ടുകൾ അല്ലെങ്കിൽ പല പാളികളായിട്ടാണ് ഇരിക്കുന്നത്. പല പാളികളിൽ തന്നെ പല തരത്തിലുള്ള ഗ്യാസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇസ് ദെയർ, നൈട്രജൻ ഇസ് ദെയർ, ഓക്സിജൻ ഇസ് ദെയർ, ട്രേസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ മുതലായ എല്ലാ ഗ്യാസും ഉണ്ട്. സോ യു സീ ദാറ്റ് ഇറ്റ്സ് എ ഹെട്രോജനസ് സിസ്റ്റം. അപ്പോൾ ഹെട്രോജനസ് സിസ്റ്റത്തിൽ പല കണ്ടൻറ്റും ഉണ്ടാവും. അത് മാത്രമല്ല പല കണ്ടൻറ്റും ചിലപ്പോൾ പല പാളികളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ ആൻ അറ്റ്മോസ്ഫിയർ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ആൻ ഹെട്രോജനസ് സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് കണ്ടത് ദ കൺസെപ്റ്റ് ഓഫ് വേരിയബിൾസ് ഇൻ തെർമോഡൈനാമിക്സ്. ഓക്കെ, in thermodynamics we observe the system and make measurements of certain variables. വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, അതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, മാറ്റം വരാൻ സാധ്യതയുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കാറുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് നോട്ട് എ വേരിയബിൾ ബിക്കോസ് ഇറ്റ് cannot ചേഞ്ച്, ബട്ട് വി ക്യാൻ സേ ദാറ്റ് ദ പ്രഷർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് എ വേരിയബിൾ അല്ലേ. കാരണം അത് മറ്റേ വിൻഡിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ച് പ്രഷറും ടെമ്പറേച്ചറൊക്കെ മാറാം. Now such variables are called as thermodynamics അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേരിയബിൾസ്. മാക്രോസ്കോപ്പിക് എന്ന പേര് വരാൻ കാരണം നമ്മൾ ഈ വേരിയബിളിന് കാരണക്കാരാരൊക്കെയാണ്, ഉള്ളിൽ എന്തൊക്കെയാണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് മെഷറബിൾ, ദാറ്റ് ഇസ് ഓൾ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി, കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ, ദേ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾസ്. കാരണം പ്രഷർ, നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ പ്രഷറിന് വേരിയേഷൻ വരാം അല്ലേ. നേരത്തെ നമ്മൾ കണ്ട ടെമ്പറേച്ചറിന് വേരിയേഷൻ വരാം, വോളിയത്തിൻ്റെ വേരിയേഷൻ വരാം, ഡെൻസിറ്റി, കോമ്പോസിഷൻ, ഇതെല്ലാം വ്യത്യാസം വരാവുന്ന മാറ്റേഴ്സാണ് അല്ലേ, എല്ലാം വ്യത്യാസം വരാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. സോ ദേ ആർ ഓൾ തെർമോഡൈനാമിക് വേരിയബിൾസ്. Now the thermodynamics variables are used to formulate what is known as the equation of state of the system. നമ്മളൊരു സിസ്റ്റത്തിനെ പഠിക്കുമ്പോൾ we want to get quantitative, we want to make measurements. വെറുതെ മെഷർമെൻറ്റ് എടുത്താൽ മാത്രം പോരാ. ഈ മെഷർമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ നോക്കുന്ന എന്താ, നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ we want what is known as the equation of state. ഇനി എന്താ equation of state എന്ന് വെച്ചാൽ, it gives a relation between the variables of the system. തെർമോഡൈനാമിക്സ് വേരിയബിൾസ് നേരത്തെ നമ്മൾ കണ്ട വേരിയബിൾസിനെ തമ്മിലുള്ള റിലേഷനാണ് ഈ പറഞ്ഞ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് തരുന്നത്. നമ്മളിപ്പോൾ ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, യുവർ PV = nRT, സംതിങ് ദാറ്റ് യു സ്റ്റഡി ഇൻ യുവർ കെമിസ്ട്രി ക്ലാസ്സസ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ തെർമോഡൈനാമിക് വേരിയബിൾസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇത് തന്നെയാണ്, PV = nRT. സോ ദി PV = nRT is the equation of state of an ideal gas. Okay, so you see that this is an equation connecting the thermodynamic variables pressure, volume and temperature. അപ്പോൾ ഒരു കാര്യം തീർച്ചയായും ഈ PVT എന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ല, ദേ ആർ ഓൾ കണക്റ്റഡ് ത്രൂ ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി നമ്മൾ പൊതുവേ നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ ജനറൽ ഇറ്റ് വിൽ ഹാവ് ദ ഫോം എ ഫങ്ഷൻ ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ = 0 എന്നുള്ള മട്ടില്ലേ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് PV - nRT = 0 നമുക്ക് പറയാം അല്ലേ. സോ ഇറ്റ്സ് എ PV - nRT ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. പൊതുവേ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ പറ്റുക. ഡിഫറെൻറ്റ് സിസ്റ്റംസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഇക്വേഷൻ. എല്ലാ സിസ്റ്റത്തിനും PV = nRT ബാധകമല്ല. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് നോൺ ഐഡിയൽ അല്ലേ, റിയൽ ഗ്യാസസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ സ്റ്റേറ്റ് ആണുള്ളത്, P + A/V² അല്ലേ ഇൻറ്റു V - B = RT എന്നൊരു ഇക്വേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫോർ എ വാൻ ഡെർ വാൾസ് ഗ്യാസ് ഓർ ഫോർ എ റിയൽ ഗ്യാസ് ദിസ് PV = nRT ഈസ് റോങ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി വേറെ ഇക്വേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആ നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് എന്ത് മാറും, ഈ ഇക്വേഷൻ സ്റ്റേറ്റും മാറും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാണും, ഇക്വേഷൻ സ്റ്റേറ്റിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കാണുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് തെർമോഡൈനാമിക്സിൽ ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ്. So what do you mean by equilibrium in thermodynamics? So if the thermodynamic variables of a system does not change with time, then the system is said to be in equilibrium. Okay, സമയം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രഷറോ വോളിയമോ ഒന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദി സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഇനി തെർമോഡൈനാമിക്സ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എനി കൈൻഡ് ഓഫ് ഇക്വിലിബ്രിയം, ഇറ്റ് ഈസ് സംതിങ് നോൺ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഇപ്പോൾ എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് നമുക്ക് ആവശ്യമാണ്. സോ ഏറ്റവും ആദ്യത്തെ ദ സിസ്റ്റം ഷുഡ് ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. എന്താ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ,
See, when a system is in mechanical equilibrium, there is no motion or flow inside the system. നമ്മൾ എടുക്കുന്നപ്പോൾ ഐഡിയൽ ഗ്യാസോ റിയൽ ഗ്യാസോ എന്ത് ഗ്യാസോ ആയിക്കോട്ടെ, ഇതിന് ചലനം പാടില്ല, അനങ്ങാടൊരു ഭാഗത്ത് ഇരിക്കുകയാവണം. ചലനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പ്രഷർ ശരിയല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ഫ്ലോ ഓഫ് വിൻഡ്, ഇറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് സം ലോ പ്രഷർ റീജിയൻ ആൻഡ് ഹൈ പ്രഷർ റീജിയൻ, അല്ലേ? നമ്മുടെ മൺസൂണിന് കാരണമാണത് ഇത്തരം വിൻഡാണ്. മൺസൂൺ ഇസ് ആക്ച്വലി എ വിൻഡ്. കടലിൽ നിന്നും നമ്മുടെ ട്രേഡ് വിൻഡ്സിൽ നിന്നും തിരിഞ്ഞ് വരുന്ന ഒരു വിൻഡാണ് ഈ പറഞ്ഞ മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇസ് ആക്ച്വലി കമ്മിങ് ആസ് എ പാർട്ട് ഓഫ് ദ ട്രേഡ് വിൻഡ്, ഡീവിയേറ്റഡ് ട്രേഡ് വിൻഡ്സ്. ഓക്കെ, ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് കടൽ മാർഗം വരുന്ന കാരണം കൊണ്ട് ഇതിനെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്? കാലവർഷമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ വേർ ദ സിസ്റ്റം ഇസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, സോ നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വേണമെങ്കിൽ എന്ത് വേണം? The system should be static. There should not be motion or flow inside the system. Okay. രണ്ടാമതാണ് തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം നമുക്ക് മനസ്സിലാവും എന്തായാലും. the temperature of the system should be everywhere the same. ചിലയിടത്ത് ചൂടും ചിലയിടത്ത് തണുപ്പുമാണെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാത്ത എന്തോ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലല്ല. there will be some process that has to take place there. So the system will not be in equilibrium, thermal equilibrium. അടുത്ത കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് നോട്ട് ബി എനി റിയാക്ഷൻസ് ഹാപ്പനിങ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, പക്ഷേ എന്തായിരിക്കില്ല? കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു മിക്സ് യുവർ let me say NaCl or NaOH and HCl, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും മിക്സ് ചെയ്താൽ നമുക്ക് ഉപ്പുവെള്ളവും വെള്ളമാണ് കിട്ടുക. നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. It will be static, but the reaction may be happening. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ വേണമെങ്കിൽ ഇത്തരം റിയാക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, there will be no motion of reactions of products in the system. അപ്പോൾ മോഷൻ ഉണ്ടാവാൻ പാടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഇറ്റ് മീൻസ് there should be mechanical equilibrium. അപ്പോൾ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് അടുത്ത പോയിൻ്റ് വരേണ്ടത്. കാരണം ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എ ക്ലോസർ ലുക്ക് അറ്റ് തെർമോഡൈനാമിക് വേരിയബിൾസ് അഗെയിൻ. ഓക്കെ, ഇത്തരം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലെ വേരിയബിൾസിനെ നമുക്ക് ചില തരംതിരിവുകൾ നടത്താം. വി ക്യാൻ ക്ലാസിഫൈ ദം. സോ ഫോർ എ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ദ വേരിയബിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ എന്താ ഇത് നമുക്കറിയാം. ആദ്യത്തെ നമുക്ക് നോക്കാം, എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ എക്സ്റ്റെൻസീവ് വേരിയബിൾ? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കി. ഇത്രയും ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ പറഞ്ഞിട്ടുള്ള, അവർ കുറച്ച് കുഴച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത്രയേ ഉള്ളൂ, അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് മാറ്ററിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്ന വേരിയബിൾസിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയാം. ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച്, ദ വാല്യൂ ഓഫ് ദ എക്സ്റ്റെൻസീവ് വേരിയബിൾ വിൽ ഓൾസോ change. Now if the system is made up of different parts, the total value of the variable, that is the extensive variable, will be sum of all parts. Okay, the example is volume is an extensive variable, mass is an extensive variable, charge is an extensive variable, area is also another extensive variable. Okay, ഇനി അടുത്താണ് ഇൻറ്റൻസീവ് വേരിയബിൾ. ഇൻറ്റൻസീവ് വേരിയബിൾ ഇതിൻ്റെ നേരെ എതിരാണ്. they are those variables that does not depend upon the number of particles of the system. If the number of particles change, the value of an intensive variable will not change. Okay, അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ആശ്രയിക്കാതിരിക്കുന്ന വേരിയബിളിനാണ് എന്ത് ഇൻറ്റൻസീവ് വേരിയബിൾ നമ്മൾ പറയാം. നേരത്തെ പറഞ്ഞ അതേ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, if the system is made up of different parts, the total value of the variable will be the same as its parts. ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ എടുത്തു. ഈ സിലിണ്ടറിനെ 2 ചേമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലുള്ള വാല്യൂ സെയിം ആണെങ്കിൽ ദ ടോട്ടൽ വാല്യൂ വിൽ ഓൾസോ ബി ദ സെയിം. ഓക്കെ, എക്സാമ്പിൾ ഈസ് പ്രഷർ, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ എക്സെട്ര. ദേ ആർ ഓൾ ഇൻറ്റൻസീവ് വേരിയബിൾ. ഇത് കൂടാതെ വേറെ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ദിസ് തിങ് ഇൻറ്റേർണൽ എനർജി, അതുപോലെ തന്നെ അങ്ങനെ പലതും. You can classify as extensive and intensive variables. അതിന് ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ കാണും. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മൾ ഇത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നിയേക്കാം. ലെറ്റ് us take a concrete example. ഓക്കെ,
Now let us consider a system. ഈ ബോക്സ് ആയിട്ട് കാണിച്ചുള്ളത് let us consider a sealed system. Okay, let us system has two chambers of the same volume. അതാണ് വിയും വി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദർ വിത്ത് എ പാർട്ടീഷൻ സെപ്പറേറ്റിംഗ് ദ ചേമ്പേഴ്സ്. ഓക്കെ, ഈ പാർട്ടീഷന് ഹോളൊന്നുമില്ല, ഇത് റിജിഡ് ആയിട്ടുള്ള പാർട്ടീഷനാണ്. അപ്പോൾ ഒരു ചേമ്പർ ഇരിക്കുന്ന ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഈ വസ്തുവിന് മറ്റേ ചേമ്പറിലേക്ക് ഒഴുകാൻ കഴിയില്ല. ഓക്കെ, now what are we doing? If we fill the chambers with an ideal gas, both chambers will have a volume V of the ideal gas. നമ്മൾ രണ്ട് ചേമ്പറിലും ഐഡിയൽ ഗ്യാസ് പമ്പ് ചെയ്യുന്നു ഇരിക്കട്ടെ. നമ്മൾ പമ്പ് ചെയ്യുന്ന വാൽവ് ഒന്നും കാണിച്ചിട്ടില്ല. ഈ രണ്ടിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ രണ്ട് ചേമ്പറിലും ഐഡിയൽ ഗ്യാസ് ആയിരിക്കും വിത്ത് വോളിയം വി ഈച്ച്. ഓക്കെ, നൗ ലെറ്റ് us say that you remove the partition. പാർട്ടീഷൻ നമ്മളെങ്ങനെയെങ്കിലും നീക്കിന്നിരിക്കട്ടെ. അവിടെ എന്താ സംഭവിക്കുക? ടോട്ടൽ വോളിയം എന്തായി മാറും? ഇറ്റ് ഈസ് വി പ്ലസ് വി അല്ലേ, ദാറ്റ് ഈസ് 2V. അതിനർത്ഥം ദ ടോട്ടൽ വാല്യൂ ഓഫ് വോളിയം ഇസ് ദ സം ഓഫ് ഇറ്റ്സ് വാല്യൂ ഇൻ ദ ടു പാർട്സ്. രണ്ട് ചേമ്പറിലുള്ള വോളിയത്തിൻ്റെ സമ്മാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ വിച്ച് മീൻസ് നൗ വോളിയം ഇസ് എക്സ്റ്റെൻസീവ് വരില്ല. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂവും കൂടി. കാരണം ചേമ്പർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വി വിൽ ഹാവ് ടു സേ ദാറ്റ് ദ ടു പാർട്സ് ആർ നൗ ഗെറ്റിംഗ് ജോയിൻ ടുഗദർ. അപ്പോൾ അവിടെ എന്താ കൂടുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് n വരും 2n ആയി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 2n ആയി മാറിയപ്പോൾ വോളിയം എന്തായി മാറി? 2V ആയിട്ട് മാറി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മാസോ അല്ലെങ്കിൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അല്ലേ. ഇപ്പോൾ വോളിയത്തിന് വരെ എനിക്ക് മാസ് പറയാം അല്ലേ. സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് ആൻ എക്സ്റ്റെൻസീവ് വേരിയബിൾ. എക്സ്റ്റെൻസീവ് വേരിയബിളിൻ്റെ കാര്യത്തിൽ വോളിയം അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും തോറും എന്തും കൂടും? അതിൻ്റെ വാല്യൂവും കൂടും. ഇനി അതേസമയം നമ്മൾ വോളിയത്തിന് പകരം പ്രഷറിൻ്റെ കാര്യമാണ് നോക്കുന്നതെന്നിരിക്കട്ടെ. ലെറ്റ് us say that the pressure inside each chamber is P before the partition is removed. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ലെറ്റ് us say that the pressure is P and P in both chambers. ഓക്കെ, നമ്മൾ ഈ പാർട്ടീഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും പ്രഷറിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം രണ്ടിലും പ്രഷർ സെയിം ആണെങ്കിൽ ഈവൻ ഇഫ് റിമൂവ് ദ പാർട്ടീഷൻ ദ പ്രഷർ ഇസ് സെയിം. ഓക്കെ, ബിക്കോസ് പ്രഷർ ഇസ് ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെ അവിടെ പിടിച്ച് തള്ളാൻ ആരുമില്ല. ഒരേ പ്രഷറാണെങ്കിൽ ദർ വോണ്ട് ബി എനി ചേഞ്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്രഷറിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് 2P ആയിട്ടില്ല അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദ പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് വേരിയബിൾ അല്ലേ. പ്രഷറിൻ്റെ വാല്യൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അനുസരിച്ച് കൂടാത്ത കാരണം പ്രഷർ ഈസ് വി ക്യാൻ സേ പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് വേരിയബിൾ. ഇതേപോലെ തന്നെയാണ് ഡെൻസിറ്റിയും അല്ലേ. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം അല്ലേ. നമ്മളിപ്പോൾ ലെറ്റ് us say കെറോസിൻ്റെ ഡെൻസിറ്റി ഇറ്റ് ഈസ് 800. ഓക്കെ, 800 SI യൂണിറ്റ്സ്. നമ്മൾ കെറോസിൻ എത്ര എടുത്ത് ഒരു കന്നാസ് കെറോസിൻ എടുത്താലും അതല്ല ചെറിയൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് കെറോസിൻ എടുത്താലും ദ ഡെൻസിറ്റി ഈസ് ദ സെയിം ബിക്കോസ് ഇറ്റ് ഇസ് മാസ് ബൈ വോളിയം. ഓക്കെ, സോ സച്ച് വേരിയബിൾസ് ആർ നോൺ ആസ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസീവ് വേരിയബിൾസിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലിരിക്കുമ്പോഴാണ്. ഇനി ഇക്വിലിബ്രിയത്തിലല്ലെങ്കിൽ എ സിസ്റ്റം വിൽ ട്രൈ ടു അറ്റൈൻ ഇക്വിലിബ്രിയം യൂസിങ് സം തെർമോഡൈനാമിക് പ്രോസസ്സസ്. അപ്പോൾ ഇതെന്തരം പ്രോസസ്സൊക്കെയാണ് തെർമോഡൈനാമിക്സിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് ഇനി കാണേണ്ടത്. അതെന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിലേ കാണണ്ടാവുള്ളൂ. സോ വി ആർ സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ് ഫോർ നൗ. ഇത് ഇൻട്രൊഡക്ഷനായിട്ട് കൂട്ടുക. അടുത്ത ക്ലാസ് മുതൽ പറയുന്ന കാര്യങ്ങളെ ശരിക്കും പറയാൻ നമ്മുടെ സിലബസിലുള്ളൂ. ദിസ് ഇസ് ആക്ച്വലി ഓൺലി ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ.